ഹായ് മക്കളെ, നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ചിലെ ഒരുപാട് മക്കൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണിത്. ഇപ്പം നിങ്ങളുടെ ഓണം എക്സാം ഒക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പം ഓണം എക്സാമിൻ്റെ റിവിഷൻ ക്ലാസ്സുകളും ആ പോർഷൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ഓൺലൈൻ സെഗ്മെൻറ്റിൽ നടക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്കൂളുകളിലും ക്ലാസ്സുകളിലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഇതിൻ്റെ കൂടെ ഞങ്ങൾ എങ്ങനെയാണ് നീറ്റ് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കാരണം ഇപ്പം ഓണം എക്സാം വരുന്നു, അതിൻ്റെ റിവിഷൻസ് നടക്കുന്നു, ഒരുപാട് അതിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നു, അതിൻ്റെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നു, ഒരുപാട് കാര്യമുണ്ട്. അതുപോലെ സ്കൂളുകളിലാണെങ്കിൽ ഓണം പ്രോഗ്രാമിൻ്റെ പ്രിപ്പറേഷൻസ് അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ഞങ്ങൾക്ക് സ്കൂൾ വിട്ട് വന്നിട്ട് ഞങ്ങളുടെ ഈവനിങ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ റെഗുലറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങളോടൊരു കാര്യം, ചെറിയൊരു കാര്യം പറഞ്ഞു തരാനാണ് വന്നത്. ഈ ഓണപരീക്ഷ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ അക്കാഡമിക് ഇയർ തുടങ്ങി, നിങ്ങളുടെ സ്കൂളിലെ അക്കാഡമിക് ഇയർ തുടങ്ങി 2-3 ചാപ്റ്റർ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിലും പഠിച്ചിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ എത്രമാത്രം കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള നിങ്ങളുടെ പ്രോഗ്രസ്സിലെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ടെസ്റ്റ്, ഒരു എക്സാം മാത്രമാണത്. അപ്പോൾ അതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. അതിനുള്ള ക്ലാസ് നോട്ടുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ഈസി ആയിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചു പോകുന്ന മക്കളാണ്. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഒരു എക്സാമും ഈ ഓണപരീക്ഷ അവിടെ ഒരു ക്ലാസ് ടെസ്റ്റ് ആണെങ്കിൽ പോലും നമ്മളൊരു 2 ദിവസം മുമ്പ് ഇരുന്ന് അല്ലെങ്കിൽ ഒരു തലേന്നൊക്കെ ഇരുന്ന് നല്ലപോലെ റിവൈസ് ചെയ്ത് വായിച്ചിട്ടാണ് നമ്മൾ പോയി പരീക്ഷയ്ക്ക് എഴുതുന്നത്. അല്ലാതെ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ എല്ലാ ദിവസവും ഇരുന്ന് ഈ കാര്യങ്ങൾ പഠിച്ചല്ലല്ലോ നമ്മൾ നമ്മുടെ ബോർഡ് എക്സാമിലേക്കൊക്കെ പോകുന്നു, ബോർഡ് എക്സാമിലേക്കോ ഓൺ എക്സാമിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് എഴുതാൻ നമുക്ക് ഒരുപാട് കണ്ടന്റ് ഓർമ്മ വേണം, നമുക്ക് ഒരുപാട് കോൺസെപ്റ്റുകൾ അറിയണം, ഒരുപാട് കോണ്ടന്റ് നമുക്ക് ഓർമ്മ വേണം, ഡയഗ്രാംസ് ഒക്കെ നല്ലപോലെ നമ്മൾ റിവൈസ് ചെയ്യണം. അതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയുടെ 1-2 ദിവസം മുമ്പുള്ള നിങ്ങൾക്കുള്ള സ്റ്റഡി ലീവിൻ്റെ സമയത്ത് നല്ലപോലെ റിവൈസ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അതിനെ ഓർത്ത് നിങ്ങളിപ്പോൾ സ്ട്രെസ് ചെയ്യേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നീറ്റ് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നീറ്റ് ക്ലാസ്സുകൾ, നിങ്ങളുടെ ലൈവുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വൈകുന്നേരം നിങ്ങളുടെ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ സമയത്താണ് വരുന്നത്. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ലേറ്റായിട്ട് എത്തുന്നതുകൊണ്ടോ ചില കാരണങ്ങൾ കൊണ്ടോ ലൈവിൻ്റെ ആദ്യത്തെ ഭാഗം കുറച്ച് മിസ്സായേക്കാം. സോ അങ്ങനെയുള്ളവർക്ക് ബാക്കി ഭാഗങ്ങൾ വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് കയറാൻ പറ്റുന്നോ കയറി ലൈവുകൾ കാണുക. ബിക്കോസ് ലൈവ് ക്ലാസ്സുകൾ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്നറിയോ, നിങ്ങളിപ്പോൾ ലൈവ് മിസ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ റെക്കോർഡഡ് കാണുകയാണ്. പക്ഷെ നിങ്ങൾക്ക് അപ്പോൾ കുറേ സംശയങ്ങൾ വരുന്നു. അത് ക്ലാസ്സിൽ തന്നെ അപ്പോൾ തന്നെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ ലൈവ് ക്ലാസ് കണ്ട് മനസ്സിലാവാത്ത കാര്യം അതൊരു പെൻഡിങ് പോർഷനായിട്ട് അവിടെ ഇരുന്ന് ഇതെന്നാൽ പിന്നെ നോക്കാമെന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ വിടുകയാണ്. ഫുൾ വീഡിയോ കാണാതെ നിങ്ങൾ അവിടെ വിടുകയാണ്. അങ്ങനെ പെൻഡിങ് ടോപ്പിക്സ് കൂടി വന്ന് അവസാനം ആ ആഴ്ചയുടെ എൻഡ് ആകുമ്പോഴേക്ക് ഈ ആഴ്ച ഞാൻ നീറ്റിന് വേണ്ടി ഒന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നമാണ്. അതായത് സ്കൂളിലെ എന്തെങ്കിലും പഠിക്കും, എന്നാൽ പിന്നെ ശരി ഇനിയിപ്പോൾ നീറ്റ് പോട്ടെ, എന്നാൽ സ്കൂളിലെ എക്സാമിൻ്റെ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ച് അതെടുത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ മനസ്സിൽ മുഴുവൻ ഈ ചിന്തയാണ്, പക്ഷേ ഞാൻ ഇത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇതിപ്പോൾ ഓണപരീക്ഷയല്ലേ, ഇതിപ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിലും സ്കോർ ചെയ്യാമല്ലോ. പക്ഷേ അതല്ലല്ലോ പ്രശ്നം, എനിക്ക് നീറ്റല്ലേ എൻ്റെ ശരിക്കുള്ള ഗോൾ. അപ്പോൾ നീറ്റിന് ഞാൻ പഠിക്കുന്നില്ലല്ലോ, അത് പെൻഡിങ് ആയില്ലേലും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കും. അതേപോലെ നീറ്റിൻ്റെ കോൺസെപ്റ്റ് ഇരുന്ന് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോഴോ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴോ നിങ്ങളുടെ ചിന്ത എന്താണ്, ഓണപരീക്ഷയല്ലേ വരുന്നത്, ഞാനപ്പോൾ ആ ബാച്ചിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ, ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇതൊക്കെയാണ് മക്കളുടെ മനസ്സിലുള്ള ചിന്ത. പക്ഷേ ഇതിനെല്ലാം നമുക്ക് സൊല്യൂഷനുണ്ട്. ഇതൊന്നും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ദിവസത്തിലെ ഫ്യൂ അവേഴ്സ് മാത്രമാണ് നമ്മളുടെ ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്നത്. സ്കൂളിലെ ഓണം എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങൾക്ക് റിവിഷൻ സെഷൻസ്, ആ പരീക്ഷയുടെ കുറച്ച് മുമ്പത്തെ ദിവസങ്ങളിൽ നിങ്ങൾ റിവിഷൻ സെഷൻസ് അറ്റൻഡ് ചെയ്തോളൂ. അല്ലെങ്കിൽ സ്കൂളിൽ റിവിഷൻസ് നടക്കുന്നുണ്ടാകും, നിങ്ങൾക്ക് സ്കൂൾ ടൈമിങ്ങിൽ നിങ്ങളുടെ റിവിഷൻസ് എഫക്റ്റീവായിട്ട് ക്ലാസ്സിൽ തന്നെ റിവൈസ് ചെയ്ത് പോവാം. അപ്പോൾ ഇപ്പോൾ എന്താണോ നിങ്ങളുടെ നീറ്റ് ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ തന്നെ പഠിച്ചു പോവുക. അത് ഇനി ഓണ പരീക്ഷ കഴിഞ്ഞ് ഞാൻ നീറ്റ് പ്രിപ്പറേഷൻ ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പെൻഡിങ് ആക്കി വെക്കാതിരിക്കുക. അത് നിങ്ങളെ തന്നെ കൂടുതൽ പെൻഡിങ് ആക്കി വെക്കുന്നത് കൊണ്ടൊരു പ്രശ്നമുള്ളത് കൊണ്ടല്ല, പിന്നെ നമുക്ക് പഠിക്കാൻ സമയമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്കിത് മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സായിട്ട് മാറും. നിങ്ങൾക്ക് എന്തോ ഭയങ്കര ബേർഡൻ ഉണ്ട്, നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയായിട്ട് ചെയ്യുന്നില്ല, നീറ്റും ഇതും കൂടെ ഒരുമിച്ച് എടുക്കണ്ടായിരുന്നു, എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ട്രെസ്സുകൾ നിങ്ങൾക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത്, ലൈവ് ക്ലാസ്സുകൾ മാക്സിമം നീറ്റിൻ്റെ ക്ലാസ്സസ് അങ്ങനെ അറ്റൻഡ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങളൊരു മിസ്സേ സ്കൂളിലിപ്പം എന്താ പറയുക ബയോടെക് ഒക്കെ എത്തിയിട്ടുള്ളൂ, പക്ഷേ നീറ്റിൻ്റെ സിലബസിൽ നമ്മളിപ്പോൾ പഠിച്ച് കഴിയാനായല്ലോ, സിലബസ് കഴിഞ്ഞല്ലോ, നല്ല കാര്യമല്ലേ. കാരണം നമ്മൾ ആ ചാപ്റ്റർ പഠിച്ച് തീർത്തു. അപ്പോൾ ഇനി നിങ്ങളുടെ ടേം എക്സാമിന് വരുമ്പം ഈ ചാപ്റ്റർ
ചാപ്റ്ററിലെ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതുപോലെ തന്നെ നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ബ്രഷ് ചെയ്ത് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. എത്ര അധികം നമ്മൾ റിവൈസ് ചെയ്യുന്നു അത്രയും നല്ലതാണ്. അപ്പം നമുക്കതിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നീറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിക്കൂടെ. സോ ലൈവ് ക്ലാസ്സുകൾ അങ്ങനെ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ടൈം ഇങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം. ഒരാഴ്ചയിൽ നമ്മൾക്ക് ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ മുടങ്ങാതെ തന്നെ കാണാൻ നോക്കുന്നു. ഇൻ കേസ് മിസ്സായാൽ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ അടുത്ത ദിവസമോ ആ ദിവസമോ തന്നെ കണ്ടു നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഇട്ടിട്ട് വീഡിയോ കണ്ടു നോക്കാം. പിന്നെ സ്കൂളിലെ എന്തെങ്കിലും റിവിഷൻസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വിചാരിക്കുക, സ്കൂൾ വർക്ക് ഒരിക്കലും നിങ്ങൾ പെൻഡിങ് ആക്കി വെച്ചതുകൊണ്ട് നിങ്ങളെ അതൊരു വലിയ നഷ്ടത്തിലേക്ക് നയിക്കില്ല. ബിക്കോസ് നിങ്ങളുടെ ഓണപരീക്ഷയുടെ മാർക്ക്, ക്രിസ്മസ് പരീക്ഷയുടെ മാർക്ക്, ഇതെല്ലാം കൂടി ഫൈനലി നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. നിങ്ങൾ 50-ലോ 60-ലോ 100-ലോ ഒക്കെ എഴുതുന്ന പരീക്ഷ 10-ലേക്കും 5-ലേക്കും കൺവേർട്ട് ചെയ്ത് അതാണ് നിങ്ങളുടെ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ അസസ്മെൻ്റ് ആയിട്ട് ഫൈനലി ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. അതിൽ നിങ്ങൾക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ ചില സ്കൂളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റീടെസ്റ്റും തരും. ആദ്യത്തെ ടെസ്റ്റിൽ ശരിക്കും പെർഫോം ചെയ്തില്ലെങ്കിൽ ഒന്നും കൂടി എഴുതാനുള്ള റീടെസ്റ്റിൻ്റെ അവസരമുണ്ട്. അപ്പോൾ ഇതൊക്കെ മക്കളൊന്ന് ആലോചിക്കുക. ഫോക്കസ് ഓൺ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ശരിക്കും നീറ്റ് ക്ലിയർ ചെയ്യണം എന്നാണ് നിങ്ങളുടെ ഗോളെങ്കിൽ അതിലൂടെ എനിക്ക് എൻ്റെ നല്ലൊരു കരിയറിലേക്ക്, നല്ലൊരു പ്രൊഫഷനിലേക്ക് പോകാൻ, നല്ലൊരു കോഴ്സിലേക്ക് പോകാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഇപ്പോഴേ അതിൽ ഫോക്കസ് ചെയ്ത് പോവുക. കാരണം നിങ്ങൾക്കത് ഒരുപാട് സമയം സേവ് ചെയ്യും, ഒരുപാട് പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓൾസോ യു വിൽ ബി ലൈക്ക് പീസ്ഫുൾ. ഓക്കെ, 12th ഞാൻ നല്ല മാർക്കോടെ പാസ്സായി, പ്ലസ് ഞാൻ നീറ്റ് എക്സാമും ക്ലിയർ ചെയ്തു. JEE പഠിക്കുന്ന മക്കൾക്കും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ടെൻഷൻ ആവാതെ, സ്ട്രെസ് ആവാതിരിക്കുക. ഒരിക്കലും നീറ്റ് ക്ലാസ്സസ് പെൻഡിങ് ആക്കി വെക്കരുത്. ലൈവ് ക്ലാസ്സുകൾ കണ്ട് തന്നെ പോവുക. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. മാക്സിമം എഴുതാൻ പറ്റുന്ന ടെസ്റ്റുകളൊക്കെ എഴുതുക. വീക്കെൻഡ് ടെസ്റ്റുകൾ എഴുതുക, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എഴുതുക. ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ മാനേജബിൾ ആണ്. ഫോക്കസ് ഓൺ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ് ഫോർ യു. ഓക്കെ, ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, ഓൾ ദി ബെസ്റ്റ്.